പ്രാചീന കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആഘോഷങ്ങളൊന്നായിരുന്നു മാമാങ്കം. ഭാരതപ്പുഴയുടെ തീരത്ത് 12 വർഷത്തിൽ ഒരിക്കൽ നടന്നിരുന്ന ഈ ആഘോഷം കേരളത്തിന്റെ അധികാരസ്ഥാനം നിർണയിക്കുന്നതായിരുന്നു. തിരുനാവായയുടെ തീരത്ത് ഇന്നും അതിന്റെ ചരിത്രശേഷിപ്പുകളുണ്ട്. അവ തേടിയുള്ള ഒരു യാത്രയാണ് റോസ് ടോക്സിന്റെ ഈ വീഡിയോ. തിരുനാവായയിലെ നാവാമുകുന്ദ ക്ഷേത്രം. ഇവിടെ നിന്ന് നിളയെ നോക്കി ഇങ്ങനെ നിൽക്കുമ്പോൾ ഓർമ്മകൾ മാമാങ്കത്തിന്റെ ചരിത്ര താളുകൾ തിരിയുകയായിരുന്നു. പണ്ട് 12 വർഷത്തിലൊരിക്കൽ മകരമാസത്തിലെ കറുത്ത വാവിനും കുംഭമാസത്തിലെ കറുത്ത വാവിനും ഇടയിലുള്ള മകം നാടിലെ പ്രാചീനമായ നദീതീര ഉത്സവം സംഗമിച്ചിരുന്നത് ഈ മണപ്പുറത്താണ്. ആദ്യകാലത്ത് ഈ ഉത്സവം നടത്താനുള്ള അവകാശം കൊച്ചി രാജവംശത്തിനായിരുന്നു. തുടർന്ന് ഈ സമുന്നത ബഹുമതി വള്ളുവക്കോനാതിരിക്ക് ലഭിച്ചു. സാമൂതിരി മുഖ്യ ശക്തിയായതോടുകൂടി ഇതിന്റെ അധ്യക്ഷസ്ഥാനം വള്ളുവക്കോനാതിരിയിൽ നിന്നും കൈവശപ്പെടുത്തുവാൻ അദ്ദേഹം പടയൊരുക്കം തുടങ്ങി. ഇത് ഈ ക്ഷേത്രത്തിന്റെ തെക്കുകിഴക്കേ മൂലയിൽ സ്ഥിതി ചെയ്യുന്ന പഴുക്കാമണ്ഡപം. സാമൂതിരിയുടെ കുടുംബത്തിലെ അംഗങ്ങൾ പഴുക്കാമണ്ഡപത്തിൽ നിന്നാണ് മാമാങ്ക ഉത്സവം കണ്ടിരുന്നതായി കരുതപ്പെടുന്നത്. ഇന്ത്യയിൽ വിഷ്ണു ഭക്തർക്ക് വേണ്ടി നിർമ്മിച്ചിരിക്കുന്ന 108 ക്ഷേത്രങ്ങളിൽ ഒന്നാണ് നവമുകുന്ദ ക്ഷേത്രം. നവമുകുന്ദ ക്ഷേത്രം നവയോഗികൾ നിർമ്മിച്ചതാണെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. ഏകദേശം 1300 വർഷങ്ങൾക്ക് മുമ്പ് വെട്ടത്ത് രാജാവ് പറഞ്ഞതനുസരിച്ച് പെരുന്തച്ചൻ നവമുകുന്ദ ക്ഷേത്രത്തിന്റെ ശ്രീകോവിൽ പുതുക്കി പണിതിരുന്നു. 5000 വർഷം പഴക്കമുണ്ട് ഈ പുരാതന ക്ഷേത്രത്തിന്. ജനങ്ങളുടെ ജീവിത രീതി ആരംഭിക്കുന്നത് തന്നെ നദീതടങ്ങളെ ആസ്പദമാക്കിയിട്ടാണ്. ലോകത്തുള്ള ഏത് നദികളെ കുറിച്ച് പറയുമ്പോഴും അവിടെയൊക്കെ മനുഷ്യജീവിതത്തിന്റെ തുടക്കം മുതൽ ഉള്ള സാംസ്കാരികപരമായിട്ടും അവരുടെ ജീവിതവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് എടുത്തു പറയുന്നത്. അതുപോലെ തന്നെയാണ് കേരളത്തിലെ ഏറ്റവും പഴയ പേരാറ് എന്ന നമ്മുടെ ഈ ഭാരതപ്പുഴ. അതിൻ്റെ അവസാനിക്കുന്ന ഭാഗങ്ങളിൽ ഒന്നാണ് തിരുനാവായ. തിരുനാവ എന്ന് മാത്രം തിരുനാവായ്ക്ക് പേരുള്ളൂ. പ്രധാനപ്പെട്ട തുറമുഖം എന്നാണ്. പക്ഷേ നവാമുകുന്ദനെ ആസ്പദമാക്കിക്കൊണ്ട് ദേവന്മാരുടെ പ്രതിഷ്ഠാസ്ഥാനം എന്ന നിലക്കാണ് തിരുനാവായ്ക്ക് തിരുനാവ എന്നുള്ള ബഹുമാനവും ഇത് കൽപ്പിക്കുന്നുണ്ട്. ഇവിടെ തിരുനാവായ്ക്ക് ചുറ്റും 15 കിലോമീറ്ററിനുള്ളിലായിട്ട് കഴിഞ്ഞ ഒരു 5-10 വർഷത്തിനുള്ളിലായിട്ട് ധാരാളം മഹാശിലായുഗ സ്മാരകങ്ങൾ കണ്ടെത്തി. മെൻഹിറായാലും അതുപോലെ തന്നെ ഈ ഇതുപോലുള്ള മുനിയറകൾ കണ്ടാലും അതല്ലെങ്കിൽ തൊപ്പിക്കല്ലുകളാലും ഇന്ന് നിലവിൽ കാണുന്ന എല്ലാ ശിലായുഗ സംസ്കാരത്തിൻ്റെയും അവശിഷ്ടമുള്ള ഏരിയയാണ് തിരുനാവായ. അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം മാമാങ്കം എന്നുള്ള ഉത്സവം ആദിമ മനുഷ്യന്റെ കാലം മുതൽ നടന്നു വന്നിരുന്ന ഒരു ചടങ്ങായിട്ട് തന്നെ കാണാൻ കഴിയും. കാരണം അവന് വെള്ളം അതുപോലെ മറ്റു ആവശ്യങ്ങൾക്ക് വേണ്ടിയില്ല. എപ്പോഴും നമ്മൾ തിരുനാവായെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഭാരതപ്പുഴയെ കുറിച്ച് മാത്രമേ ചിന്തിക്കാറുള്ളൂ. ഇവിടെ തിരുനാവായ 2 പുഴകളുണ്ട്. ഒന്ന് തിരൂർ പുഴയുണ്ട്, ഒന്ന് ഭാരതപ്പുഴയുണ്ട്. ഇത് ചങ്ങമ്പള്ളിക്കളരി പരമ്പരാഗതമായ ആയോധന കല പഠന കേന്ദ്രമാണ്. സാമൂതിരിയുടെ അംഗരക്ഷകരെയും സൈനികരെയും കളരിപ്പയറ്റിലും മറ്റ് യുദ്ധരീതികളിലും പരിശീലിപ്പിച്ചിരുന്നത് ഇവിടെയായിരുന്നു. യുദ്ധങ്ങളിലോ മാമാങ്കത്തിനിടയിലോ പരിക്കേറ്റ യോദ്ധാക്കളെയും ഈ കളരിയിൽ പരിശീലിപ്പിച്ചിരുന്നു. തുളുനാട്ടിൽ നിന്ന് എത്തിയവരാണ് ഇങ്ങനൊരു കളരി ഇവിടെ ആരംഭിച്ചത്. പുറകുവശത്തെ ദ്വാരത്തിലൂടെ ക്യാമറയിൽ പതിഞ്ഞ കളരിയുടെ ഉൾഭാഗത്തെ ചിത്രമാണിത്. 12 വർഷത്തെ കാത്തിരിപ്പിന് ശേഷം തന്റെ പിൻവാഴ്ചക്കാരനെ പ്രജകൾക്ക് കാട്ടിക്കൊടുത്തതിനു ശേഷം രാജാവ് തന്നെത്താനെ കുത്തിമരിക്കുകയാണ് ചെയ്തിരുന്നതെന്ന് രേഖപ്പെടുത്തുന്ന ഒരുപാട് ഗ്രന്ഥങ്ങളുണ്ട്. സാമൂതിരി രാജാക്കന്മാരുടെ ആദ്യകാലങ്ങളിലായിരുന്നു ഇത് അനുഷ്ഠിച്ചതെന്ന് പറയുന്നു. 12 കൊല്ലം ഭരിച്ചു കഴിഞ്ഞാൽ നാട്ടുകാരെയെല്ലാം വിളിച്ചുകൂട്ടി അവർക്ക് സദ്യ നൽകി അവരുടെ മധ്യത്തിൽ ഒരു നിശ്ചിത സ്ഥാനത്ത് ചെന്ന് നിന്ന് ആദ്യം ചെവി, പിന്നീട് മൂക്ക് എന്നിങ്ങനെ എല്ലാ അവയവങ്ങളും അറുത്ത് തന്നെത്താൻ കഴുത്ത് വെട്ടി മരിക്കുക എന്ന രീതിയായിരുന്നു അന്നുണ്ടായിരുന്നത്. എന്നാൽ ഇത് പിന്നീട് കാലക്രമത്തിൽ മാറുകയും 12 വർഷം തികഞ്ഞാൽ തിരുനാവായയിൽ ലോകരെ മുഴുവൻ വിളിച്ചുകൂട്ടി കൂട്ടത്തിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ വെട്ടിക്കൊന്നുകൊള്ളാൻ സമ്മതിക്കുകയും അയാളെ കീഴ്പ്പെടുത്തി കൊല്ലുന്നവർക്ക് പിന്നീട് രാജ്യാധികാരം ലഭിക്കുകയും ചെയ്യുന്ന നടപ്പ് പിന്നീട് വന്നു. ആ രീതി തുടർന്നു വന്നതാണ് പിന്നീട് മാമാങ്കമായി മാറിയത്. ഇങ്ങനെ പല കഥകൾ മാമാങ്കവുമായി ബന്ധപ്പെട്ടുണ്ട്. ഇത് മാമാങ്കവുമായി ബന്ധപ്പെട്ട മണിക്കിണർ എന്ന ചരിത്ര സ്മാരകം. ഒന്നാന്തരം വെട്ടുകല്ലുകൊണ്ടാണ് ഈ കിണർ കുഴിച്ചിരിക്കുന്നത്.
മാമാങ്കത്തിൽ ഉണ്ടാവുന്ന ശവശരീരങ്ങളെ ആനകളെ കൊണ്ട് ഇതിൽ ചവിട്ടിത്തള്ളുമായിരുന്നു എന്നാണ് ജനങ്ങൾക്കിടയിൽ പ്രചാരമുള്ള കഥ. വില്യം ലോഗിന്റെ മലബാർ മാനുവലിൽ പറയുന്നത് ഇതിൽ ചാവേർ ഭടന്മാരുടെ ജഡങ്ങൾ തള്ളിയിട്ടിരുന്നു എന്ന് കിണർ തോണ്ടി അതിന്റെ ജീർണതകൾ പരിശോധിച്ചാൽ കാണാവുന്നതാണ് എന്നാണ്. മണിക്കിണറിന് സമീപമായി പഴയൊരു ഓട്ട് കമ്പനി വളപ്പിലാണ് നിലപാട് തറ സ്ഥിതി ചെയ്യുന്നത്. ഇവിടേക്ക് വഴികളൊന്നും കാണാനായി സാധിച്ചില്ല. എന്തോ വഴിത്തർക്കത്തിലാണ് ഈ സ്ഥലം എന്ന് കരുതുന്നു. നിലപാട് തറയിൽ സാമൂതിരി സ്വയം നിൽക്കുകയും തന്റെ അധികാര ചിഹ്നമായ വാൾ ഉയർത്തി സ്വയം രക്ഷാപുരുഷനായി പ്രഖ്യാപിക്കുകയും ചെയ്യുന്ന അവസരത്തിലാണ് ചാവേറുകളുടെ ആക്രമണം അധികവും നടക്കാറ്. അങ്ങനെ കേരള ചരിത്രത്തിൽ ഏറെ പ്രാധാന്യമുള്ള ഒരു സംഭവം അരങ്ങേറിയിരുന്ന സ്ഥലം മതിലിന് മുകളിലൂടെ കാണേണ്ട ഒരവസ്ഥയിലെത്തി നമ്മൾ. ഹാമിൽട്ടന്റെ ന്യൂ അക്കൗണ്ട് എന്ന പുസ്തകത്തിൽ പറയുന്നുണ്ട് 1695 നടന്ന മാമാങ്കത്തെക്കുറിച്ച്. അന്ന് അങ്കത്തട്ടിലേക്ക് ഇറങ്ങി ഏറെ പേരെ കൊല്ലുകയും സ്വയം കൊല്ലപ്പെടുകയും ചെയ്ത സാഹസികരിൽ ഒരാൾക്ക് 15-16 വയസ്സ് മാത്രം പ്രായം ചെന്ന ഒരു അനന്തരവനുണ്ടായിരുന്നു. അവൻ ഗാർഡുമാരുടെ വലയത്തിലൂടെ കടന്നു ചാടി സാമൂതിരിയുടെ തമ്പിലേക്ക് കടന്ന് സാമൂതിരിയുടെ തല വാളുകൊണ്ട് ആഞ്ഞു വെട്ടുകയും എന്നാൽ തൊട്ടുപുറകിൽ കത്തിച്ചു വെച്ച കൂറ്റൻ വിളക്കിൽ അത് കൊള്ളുകയും രണ്ടാമത് വെട്ടാൻ വാളുയർത്തിയപ്പോൾ സാമൂതിരിയുടെ ഭടന്മാർ അയാളെ വെട്ടി വീഴ്ത്തുകയും ചെയ്ത കഥ. ഇവിടെ പരിക്കേറ്റ സൈനികരെ ചികിത്സിക്കാൻ ഉപയോഗിച്ചിരുന്ന ഔഷധ സസ്യങ്ങളോ മരുന്നുകളോ സൂക്ഷിക്കാൻ ഉപയോഗിച്ച ഒരു മരുന്നറ കാണാം. 1767 അവസാന മാമാങ്കം. ഹൈദരലിയുടെ ആധിപത്യത്തോടു കൂടി ഉത്സവത്തിന്റെ പ്രഭ മങ്ങി. ഷാബന്ദർ കോയ എന്നത് സാമൂതിരിയുടെ തുറമുഖ കാര്യസ്ഥനായിരുന്നു. അദ്ദേഹമാണ് വള്ളുവക്കോനാതിരിയെ തറപറ്റിക്കാൻ സഹായിച്ചത്. പക്ഷേ ആധികാരികമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് മാമാങ്കം എന്ന് പറയുന്നത് ഒരു തുറമുഖ ഉത്സവമാണ്. ഇവിടുന്ന് കേവലം ഒരു 8 കിലോമീറ്റർ ദൂരമേ പിന്നെ കടലിലേക്കുള്ളൂ. അതിൻ്റെ ഉള്ളിൽ തന്നെ ബന്ദർ എന്ന് പറയുന്ന തുറമുഖം. ഈ സാമൂതിരിക്ക് മാമാങ്കം വാങ്ങിക്കൊടുക്കാൻ വേണ്ടിയിട്ട് ആദ്യമായി എത്തുന്ന ഷാ ബന്ദർ കോയ വന്നിറങ്ങിയതിൻ്റെ പേരിലാണ് ബന്ദർ കടവിനെ ഷാ ബന്ദർ എന്ന പേരിൽ അറിയപ്പെടാനുണ്ടാക്കാൻ. അത് നേരത്തെ മറ്റെന്തോ പേരിലുള്ള തുറമുഖമായിരുന്നു. ഇവിടുത്തെ ഭൂപ്രകൃതി നമുക്കറിയാം. ഓരോ മാമാങ്കവും 12 വർഷക്കാലം കൂടുമ്പോഴാണ് നടക്കുന്നത്. ഈ 12 വർഷത്തിലുള്ള മനുഷ്യനായാലും പ്രകൃതിയായാലും അവിടെ മാറ്റങ്ങൾ വന്നുകൊണ്ടേയിരിക്കുന്നുണ്ടാവും. ഒരു നിലപാട് തറ എന്ന് പറഞ്ഞാൽ ധാരാളം ഉണ്ടാവും. ഇപ്പോൾ ഇവിടെ നിലപാട് തറയുണ്ട്. ആ നിലപാട് തറ ആടുവാഞ്ചേരി തമ്പ്രാക്കള് 100 വർഷങ്ങൾക്ക് മുമ്പ് ജർമ്മൻകാർക്ക് ഹാൻഡ് ഓവർ ചെയ്ത ഭൂമിയിലാണ്. അതിന്റെ പേര് കുറച്ചപ്പുറം 100 കിലോമീറ്റർ അപ്പുറത്ത് പോയി കഴിഞ്ഞാൽ വാഗയൂർ കോവിലൊക്കെ നിൽക്കുന്ന ഭൂമിയുണ്ട്. ഇതെല്ലാം മനസ്സിലാക്കാൻ പറ്റുന്നത് ഈ വെള്ളവും കടലും കരയും എല്ലാം ഒത്തുചേർന്ന് പ്രകൃതി മനോഹരമായിട്ട് 4 ആൾക്ക് ഇരിക്കാൻ പറ്റുന്ന സ്ഥലം എന്ന നിലയിൽ പിന്നീട് രാജാക്കന്മാരും അല്ലെങ്കിൽ മുമ്പ് തളിയാതിരിമാരൊക്കെ കൂടിയിരുന്ന് നടത്തിയിരുന്ന ഒരു പുതുമേളയാണ് മാമാങ്കം. പിന്നെ മാമാങ്കം ഒരിക്കലും എന്തെല്ലാം ഒരു യുദ്ധമല്ല. എപ്പോഴും തെറ്റിദ്ധരിക്കുന്നത് ധാരാളം ആളുകൾ കൊല്ലപ്പെടുന്ന ഒരു പൊതുവേദിയാണ് മാമാങ്കം. അങ്ങനല്ല. മാമാങ്കത്തിൽ ഒരിക്കലും സിവിലിയന്മാർ കൊല്ലപ്പെടുന്നില്ല. രാജാവിന്റെ ആളുകൾ കൊല്ലപ്പെടുന്നത്. സാമൂരിക്കോലോത്തെ മേൽക്കോയ്മായും മങ്ങാത്ത മായാത്ത മലയാൺമായും നിണനീരിലന്നു മണലാഴിയിൽ എഴുതാൻ തുനിഞ്ഞ പടനായകന്റെ കഥ ഇന്നെന്റെ ഉണ്ണിക്കരങ്ങേറുവാൻ ഇനിയ മണ്ണിന്റെ മാറ തെഴുന്നള്ളുമോ പറയുമാമാങ്കം പല കുറി കൊണ്ടാടി നിളയുടെ തീരങ്ങൾ നാവായിൽ. മാമാങ്ക സ്മാരകങ്ങൾ കാണാൻ അവസരം ലഭിച്ചാൽ മലയാളികൾ തീർച്ചയായും അത് സന്ദർശിക്കണം. മാമാങ്കത്തെക്കുറിച്ചുള്ള ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇനി വീണ്ടും മറ്റൊരു ചരിത്ര ഇടവുമായി എത്താം. നന്ദി.